ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സ്റ്റോറേജ് ലെഡ്ജറിലെ നമ്മൾ മൂന്നാമത്തെ മെത്തേഡിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിഫോ മെത്തേഡായിരുന്നു. രണ്ടാമത്തെ മെത്തേഡ് ലിഫോ മെത്തേഡായിരുന്നു. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആൻഡ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ മെത്തേഡ് ആവറേജ് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ആവറേജിൽ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട്. സിമ്പിൾ ആവറേജ് മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉണ്ട്. അതിൽ സിമ്പിൾ ആവറേജ് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ റേറ്റ് അതായത് സെപ്പറേറ്റ് ക്വാണ്ടിറ്റികളുടെ സെപ്പറേറ്റ് യൂണിറ്റ് എടുത്ത് അത് കൂട്ടി അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ റേറ്റ് 10, രണ്ടാമത്തെ റേറ്റ് 12, മൂന്നാമത്തെ റേറ്റ് 14 ആണെങ്കിൽ 10ഉം 12ഉം 14 കൂടി കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. അത് ഓരോ ഡേറ്റ്. പിന്നെ നമുക്ക് ലിഫോ ചെയ്തപ്പോഴും നമ്മൾ ബാലൻസ് സെപ്പറേറ്റ് എഴുതാറാണ് പതിവ്. ഇങ്ങനെ ബാലൻസ് സെപ്പറേറ്റ് എഴുതുന്നില്ല, അത് രണ്ട് കൂട്ടിയാണ് എഴുതുക. ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റിയും ബാലൻസ് ഉള്ള ക്വാണ്ടിറ്റിയും കൂട്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. പ്രോബ്ലം നമ്പർ 9 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ എ സ്റ്റോറേജ് അക്കൗണ്ട് യൂസിങ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. ഓക്കെ, 2012 ഫെബ്രുവരി 1 2012 ഫെബ്രുവരി 1 നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 50 യൂണിറ്റ് 13 രൂപ വെച്ച് 12 രൂപ വെച്ച്. ദെൻ പർച്ചേസ് 30 യൂണിറ്റ് 13 രൂപ വെച്ച്. ഇഷ്യൂഡ് 40 യൂണിറ്റ്. ദെൻ പർച്ചേസർ വീണ്ടും 100 യൂണിറ്റ്സ് 14 രൂപ വെച്ച്. ഇഷ്യൂഡ് 50 യൂണിറ്റ്. ദെൻ പർച്ചേസർ 50 യൂണിറ്റ്. ദെൻ പർച്ചേസർ 60 യൂണിറ്റ്സ്. ഇഷ്യൂഡ് 50 യൂണിറ്റ്, പർച്ചേസർ 60 യൂണിറ്റ്സ്. ദെൻ ഇഷ്യൂഡ് 50 യൂണിറ്റ്സ്. അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇഷ്യൂ കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ഈ 20-ാം തീയതി ഇത് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇഷ്യൂഡ് 20 യൂണിറ്റ്സ് അതുകൂടി നമ്മൾ ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് ഇതിൽ ആദ്യത്തെ നമുക്ക് കോളങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. സ്റ്റോറേജ് ലെഡ്ജർ, ഡേറ്റ്, റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസിൽ 2 കോളം മതി. റേറ്റ് കോളം വരയ്ക്കണോണ്ട് കുഴപ്പമില്ല, റേറ്റ് കോളം വരച്ചോ. അപ്പോൾ പക്ഷേ ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോൾ മാത്രമേ നമ്മൾ ആ റേറ്റ് കോളം ഉപയോഗിക്കുള്ളൂ, ബാക്കിയൊന്നിനും നമ്മൾ റേറ്റ് കോളം ഉപയോഗിക്കില്ല. അപ്പോൾ വേണമെങ്കിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ക്വാണ്ടിറ്റിയിൽ റേറ്റ് കോളം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി ഓപ്പണിംഗ് ബാലൻസ് എഴുതാൻ പോകുന്നു. ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എത്രയാണ്? 50. പിന്നെ 50 യൂണിറ്റാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ളത്. 50 യൂണിറ്റ് 12 രൂപയാണ് അതിൻ്റെ വില. 12 × 50 600 രൂപയാണ് അതിൻ്റെ വാല്യൂ. 600 രൂപ. അപ്പോൾ 1-ാം തീയതിയിലത്തെ ഓപ്പണിംഗ് ബാലൻസ് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ 3-ാം തീയതി നമ്മൾ എഴുതാൻ പോകുന്നു. 3-ാം തീയതിയിലത്തെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 3-ാം തീയതി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പർച്ചേസാണ് പറഞ്ഞത്. എത്ര യൂണിറ്റ്? 30 യൂണിറ്റ് പർച്ചേസ്. 30 × 13 30 യൂണിറ്റ് പർച്ചേസ്. 13 രൂപയാണ് അതിൻ്റെ വില. 30 × 13. അപ്പോൾ 30 × 13 എന്ന് പറയുമ്പോൾ 390 രൂപയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഇനി ബാലൻസ് എഴുതുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ശ്രദ്ധിച്ച് എഴുതാം. ഫിഫോയിലും ലിഫോയിലും ആദ്യമുള്ള ഈ 50 താഴേക്ക് ഇറക്കിയതും എന്നിട്ട് ഈ 13 എഴുതാറാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ 50ഉം 30ഉം കൂട്ടിയിട്ട് 80 എഴുതും. ഓക്കെ, അതുപോലെ ഈ 390ഉം ഈ 600നും കൂട്ടിയിട്ട് നമ്മൾ 990 രൂപയാണ് നമ്മളവിടെ. 600ഉം 390ഉം കൂടി കൂട്ടാം, 998. ഓക്കെ, സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമാണ്. അടുത്ത ഡേറ്റ് 5-ാം തീയതിയാണ്. 5-ാം തീയതി എന്താ സംഭവിച്ചത്? 5-ാം തീയതി 40 യൂണിറ്റ് ഇഷ്യൂ പറഞ്ഞത്. 40 യൂണിറ്റ്. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ നമ്മൾ 40 യൂണിറ്റ് എഴുതുന്നു. ഇനി റേറ്റിൻ്റെ കാൽക്കുലേഷനിലാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 80 യൂണിറ്റ് നമ്മൾ സാധാരണ അങ്ങനെ മതി. തൊട്ട് മുമ്പത്തെ ഡേറ്റിലെ ബാലൻസ് നോക്കിയിട്ട് നമ്മൾ ഇഷ്യൂവിൻ്റെ പ്രൈസ് എഴുതാറ്. അപ്പോൾ ഈ 80 യൂണിറ്റാണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഇരിക്കുന്നത്. ഈ 80 യൂണിറ്റിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെ ചേർന്നാൽ ഈ 30 യൂണിറ്റും ഈ 50 യൂണിറ്റിനാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കൊടുക്കണം, ഈ 50ൻ്റെ റേറ്റ് കൊടുക്കണം. 50ൻ്റെ റേറ്റ് 12 അപ്പോൾ 50ൻ്റെ റേറ്റ് 12 പ്ലസ് 30ൻ്റെ റേറ്റ് 13 ഡിവൈഡഡ് ബൈ എണ്ണം 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരും? 12 + 13 / 2. 12ഉം 13ഉം 25. ഓക്കെ, 25/2 എന്ന് പറഞ്ഞാൽ 12.5. ഇനി 12.5 എത്ര കൊണ്ട് ഗുണിക്കാം? 40 കൊണ്ട് ഗുണിക്കാം. 12.5നെ 40 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും? 12.5നെ 40 കൊണ്ട് ഗുണിക്കുമ്പോൾ 500 വരും. 500. ഇനി ബാലൻസ് എഴുതുമ്പോൾ ഈ 80ൽ നിന്ന് 40 ഇഷ്യൂ ചെയ്തു. ബാക്കി എത്രയുണ്ട്? ബാക്കി 40 ഉണ്ട്. അതുപോലെ നേരത്തെ ഉള്ള ബാലൻസ് 990 അല്ലേ? 990ൽ നിന്ന് 500 കുറയ്ക്കാം. 990ൽ നിന്നും 500 കുറയ്ക്കുമ്പോൾ 490. ഓക്കെ, 490. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം, നമുക്ക് അതിനെ അനുവദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 990 ആദ്യം ചെയ്യുക, അതിൽ നിന്ന് 500 കുറയ്ക്കാം.
ഓക്കെ. അപ്പോൾ 490 വരും. ഇനി അടുത്ത ഡേറ്റ് എന്താ? 10-ാം തീയതിയാണ് അടുത്ത ഡേറ്റ്. 10-ാം തീയതി 100 യൂണിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 100 യൂണിറ്റ് വാങ്ങിച്ചു. അതിൻ്റെ വാല്യൂ എത്രയാണ്? 14 രൂപയാണ് പറഞ്ഞത്. 14. അപ്പോൾ 100 × 14. 100 × 14 എത്രയാണ്? 100 × 14 എന്നൊക്കെ വേണമെങ്കിൽ നോക്കാം. 100 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര നോക്കാം? അതേ 14 രൂപയാണ്. 100 യൂണിറ്റ് 14 രൂപ വെച്ചു. ഓക്കെ. 100 × 14 എന്ന് പറയുമ്പോൾ 1400. 1400. ഓക്കെ. 1400. എന്നിട്ട് ബാലൻസ് കോളത്തിൽ നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതും? 400ൻ്റെ കൂടെ 100 കൂട്ടാം. 400ൻ്റെ കൂടെ 100 കൂട്ടാം 140 വരും. 140. 490 പ്ലസ് 1400 1890 വരും. ഇതാണ്. അപ്പോൾ ഇഷ്യൂ വരുമ്പോൾ കുറച്ച് ചെയ്താൽ, പർച്ചേസ് വരുമ്പോൾ കൂട്ടി ചെയ്താൽ. ഇനി അടുത്ത ഡേറ്റ് 10-ാം തീയതി കഴിഞ്ഞ് അടുത്ത ഡേറ്റ് 15-ാം തീയതിയാണ്. 15-ാം തീയതി എന്താ സംഭവിച്ചത് നോക്കാം. 15-ാം തീയതി മുകളിലേക്ക് കയറ്റേണ്ട നമ്മൾ. 15-ാം തീയതി സംഭവിച്ചിരിക്കുന്ന കാര്യം 15-ാം തീയതി ഇഷ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. 15-ാം തീയതി ഇഷ്യൂ പറഞ്ഞു. എത്ര യൂണിറ്റ് ഇഷ്യൂ പറഞ്ഞു? 15-ാം തീയതി 50 യൂണിറ്റ് ഇഷ്യൂ ആണ്. ഈ 50 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ 140 നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോണത്. 140. ആ 140 ഏതൊക്കെ ചേർന്നാൽ 140 ഈ 100ഉം ലാസ്റ്റ് കൺസൈൻമെൻറ്റുകളുടെ യൂണിറ്റാണെന്ന് നോക്കട്ടെ. ഈ 100ഉം പിന്നെ ഈ 30ഉം പിന്നെ തൊട്ട് മുമ്പത്തെ ഡേറ്റ് ഈ 50-ലെ 10ഉം കൂടി ചേർന്നായിരിക്കും വരാം. കാരണം ഈ 50-ൽ നിന്ന് 40 പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ 40 യൂണിറ്റ് ഇതിൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ 10 യൂണിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ആ 10ഉം ഈ 30ഉം ഈ 100ഉം കൂടി ചേർന്നാണ് 140 നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ 140 യൂണിറ്റ് ഏതൊക്കെ ലോട്ടുകളിൽ ഏതൊക്കെ ഡേറ്റിലെ പർച്ചേസിൻ്റെ ക്വാണ്ടിറ്റി ചേർന്നാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ടാണ് ഇതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ആകെ ഇഷ്യൂ ചെയ്യേണ്ടത് 40 യൂണിറ്റ് മാത്രമാണ്. ആ 40 യൂണിറ്റ് ഇതിൽ നിന്നായിരിക്കും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ 10 യൂണിറ്റ് ബാക്കിയുണ്ട്. പിന്നെ ഈ 30 ഉണ്ട്. അപ്പോൾ 40. പിന്നെ ഈ 100 140. അങ്ങനെയാണെങ്കിൽ 140. അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തേൻ്റെ റേറ്റ് 12, പിന്നത്തേൻ്റെ റേറ്റ് 13, പിന്നത്തെ റേറ്റ് 14. ഓക്കെ. 14. എന്നിട്ട് അത് കൂടി 3 കൂടി കൂട്ടുക. എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം. അപ്പോൾ 12ഉം 13ഉം 14. അപ്പോൾ 30, 32, 35, 4, 39 അല്ലേ? 39/3. 39/3 എത്രയാണ്? കാൽക്കുലേറ്റർ എടുത്തോ. എന്നിട്ട് ചെയ്ത് നോക്കിയോ. 12 + 13 + 14 39. 39/3. 39/3 13 വരും. 13 ആണ് ആവറേജ് വരുന്നത്. അപ്പോൾ 13 × 50. 13 × 50. 13 × 50 എത്ര? 650 വരും. 650. ഇനി ബാലൻസ് ചെയ്തുമ്പോൾ 140-ൽ നിന്നാണ് 50 യൂണിറ്റ് ഇഷ്യൂ ചെയ്തത്. 140-ൽ നിന്ന് 50 പോയി കഴിഞ്ഞാൽ എത്ര? എത്രയാണ്? 90 അല്ലേ? 140 - 50 90 യൂണിറ്റ്. അപ്പോൾ ബാലൻസ് കോളത്തിൽ 90 എഴുതും. ഇനി എമൗണ്ട് എഴുതണ്ടേ? 1890-ൽ നിന്ന് കുറയ്ക്കാം. 650 കുറയ്ക്കാം. 650. അപ്പോൾ 1240. അത് എവിടെയാണ് അടിക്കുന്നത്? അപ്പുറത്തെ കോളത്തിൽ നമ്മൾ ചെയ്യുന്നു 1240. ഓക്കെ. അപ്പോൾ ബാലൻസ് ആയില്ലേ? അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി 20-ാം തീയതി എന്താ സംഭവിച്ചത്? 20-ാം തീയതി വീണ്ടും ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. 20 യൂണിറ്റ് ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ 20 യൂണിറ്റ്. ഇനി ആ 20 യൂണിറ്റിൻ്റെ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ കൈവശിരിക്കുന്ന 90. ഈ 90 ലാസ്റ്റ് കൺസൈൻമെൻറ്റുകളിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് കൺസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വന്നത് 100ആണ്. അപ്പോൾ ഈ 100-ലെ മാത്രമായിരിക്കും ഈ 90 ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് റേറ്റ് എത്രയുണ്ട്? റേറ്റ് 14 മാത്രം എടുത്താൽ മതി. അപ്പോൾ ആവറേജ് എടുക്കാനായിട്ട് നമുക്ക് 14/1. 14 തന്നെ ഒരെണ്ണമല്ലേ ഉള്ളൂ. ഇനി 14 × 20. 14 × 20 എത്രയാണ്? 14 × 20 280. ഇനി അതിൻ്റെ ബാലൻസ് ചെയ്തണ്ടേ? 90-ൽ നിന്ന് 20 ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ബാക്കി 70. അതുപോലെ 1240-ൽ നിന്നും 280 കുറയ്ക്കാം. 1240-ൽ നിന്ന് എത്ര കുറയ്ക്കണം? 280 കുറയ്ക്കാം. 280 കുറയ്ക്കാൻ വേണ്ടി 960 വരും. 960 വരും. ഓക്കെ. അങ്ങനെ 20 ഈ യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഡേറ്റ് എന്നാണ്? അടുത്ത ഡേറ്റ് 25-ാം തീയതിയാണ്. 25-ാം തീയതി എന്താ സംഭവിച്ചത്? 25-ാം തീയതി അതൊന്ന് താഴേക്ക് ഇറക്കുന്നുണ്ട്. 25-ാം തീയതി സംഭവിച്ചിരിക്കുന്നത് പർച്ചേസാണ്. 60 യൂണിറ്റ് പർച്ചേസ്. അപ്പോൾ 60 യൂണിറ്റ് പർച്ചേസ്. അതിൻ്റെ റേറ്റ് എത്ര? അതിൻ്റെ റേറ്റ് 12 ആണ്. റേറ്റ് 12. 12 × 6 72. 720 വരും. 720 അതിൻ്റെ വാല്യൂ വരുന്നത്. 720. ഇനി അതിൻ്റെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കോളത്തിലേക്ക് പോവാം. ക്വാണ്ടിറ്റി കോളത്തിൽ നേരത്തെ ഉള്ള 70 അല്ലേ? നേരത്തെ ഉള്ള 70 + 60. 70, 60, 13, 130 യൂണിറ്റ് ബാക്കിയുണ്ട്. ഇനി അതിൻ്റെ റേറ്റ് നോക്കി. റേറ്റ് 960 + 720. 960 + 720. അപ്പോൾ എത്ര വരും? 1680 വരും. 1680. ഓക്കെ.
1680 അതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. 25-ാം തീയതി കഴിഞ്ഞ് ഇനി 27-ാം തീയതിയാണ്. 27-ാം തീയതി എന്താ സംഭവിച്ചിരിക്കുന്നത്? താഴേക്ക് ഇറക്കി നമുക്ക് മുകളിലേക്ക് 27-ാം തീയതി ഇഷ്യൂ 50 യൂണിറ്റ് ഇഷ്യൂ പറയും. അപ്പോൾ ഇഷ്യൂ കൊളത്തിൽ 50 എന്ന് വെച്ചു. ഓക്കെ. ഇനി അതിൻ്റെ റേറ്റ് ഈ 130 ഏതൊക്കെ ചേർന്നാൽ 130 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 60-ഉം പിന്നെ ഈ 100-ലെ ബാക്കി കൂടി വരാം. അപ്പോൾ 14-ഉം പിന്നെ ഈ 12 ചേർന്നായിരിക്കും അതിൻ്റെ റേറ്റ് വരിക. അപ്പോൾ 14 + 12 ബൈ 2 2ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ 14 + 12 ബൈ 2 എന്ന് പറഞ്ഞാൽ 14 + 12 ബൈ 2 എത്ര വരും? 20 വരും. 14 + 20 അല്ലല്ലോ, 14 + 12 26ആണ്. 26 ബൈ 2. ഓക്കെ. 26 ബൈ 2 എന്ന് പറഞ്ഞാൽ 13 ആണ്. 13ആണ് അതിൻ്റെ റേറ്റ്. 13 റേറ്റ് വന്നു. 13 × 50 650 വരും. 650. അപ്പോൾ ഒന്നുകൂടി പറയാം, ഈ 14-ഉം 12 ഏതാ? ഈ 130 നമ്മുടെ ക്വാണ്ടിറ്റി. ആ 130 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ലോട്ടുകളിൽ നിന്നുള്ള ബാക്കി. ഓക്കെ. ഈ 60-ഉം പിന്നെ ഇതിൽ നിന്ന് ഒരു 70 ഉണ്ടാവും. അങ്ങനെയാണ് അത് 130 വന്നത് കേട്ടോ. ഇനി 130-ൽ നിന്ന് 50 കുറയ്ക്കാം. 130-ൽ നിന്ന് 50 കുറയ്ക്കുമ്പോൾ എത്ര വരും? 80 വരും അല്ലേ. 130 - 50. അപ്പോൾ 80 ആണ് ക്വാണ്ടിറ്റി വരുന്നത്. ഇനി അതിൻ്റെ വാല്യൂ എത്ര വരും? 1680-ൽ നിന്ന് 650 കുറയ്ക്കാം. 650 കുറച്ച് അപ്പോൾ 1030 വരും. 1030 വരും. 1030. ഇതാണ് നമ്മുടെ ബാലൻസ് കേട്ടോ. 80 യൂണിറ്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഇതിങ്ങനെ താഴേക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അങ്ങനെ ചെയ്ത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസ് കഴിഞ്ഞു. നമ്മളതൊന്ന് മുകളിലേക്ക് കൊണ്ടുപോയി. 80 യൂണിറ്റ് എത്രയ്ക്ക്? 1030 കേട്ടോ. 1068 അല്ല, 1030 രൂപയാണ് അതിൻ്റെ വില. ഇത് വാല്യൂ ഓഫ് സ്റ്റോക്ക് റുപ്പീസ് ഈക്വൽസ് 80 യൂണിറ്റ്സ് ഓഫ് റുപ്പീസ് 1030. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 80-ൻ്റെ കൃത്യമായിട്ട് റേറ്റ് കൂടെ പറയാൻ പറ്റില്ല. ശരിക്കും ഈ 80 എന്ന് പറയുന്നത് ഫസ്റ്റ് തൊട്ട് പ്രകാരമാണെങ്കിൽ ഈ 60-ഉം 60 × 12 ഉണ്ടാവും. പിന്നെ ഒരു 20 × 14 ഉണ്ടാവും. 20 × 14-ഉം 60 × 12 ആയിരിക്കും വരിക. അങ്ങനെ വരുമ്പോൾ ഈ എമൗണ്ടിൽ വ്യത്യാസം വരും. അങ്ങനെയാണ് നമ്മൾ അണ്ടർ റിക്കവറി ഓവർ റിക്കവറി എന്ന് നമ്മളവിടെ പറഞ്ഞു. കണ്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ റേറ്റ് 12 14 കൂടി കൂട്ടി ആവറേജാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡീമെറിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അണ്ടർ റിക്കവറി ഓർ ഓവർ റിക്കവറി. ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത് നമ്മുടെ ആക്ച്വൽ പ്രൈസ് അല്ല എന്ന് പറയുന്നു. മാർക്കറ്റ് പ്രൈസും ഇല്ല, ആക്ച്വൽ പ്രൈസും ഇല്ല. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ ഈ 9-ാമത്തെ ചോദ്യമാണ് നമ്മുടെ സിമ്പിൾ ആവറേജ് മെത്തേഡിലെ ആദ്യത്തെ ചോദ്യമായിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ. താങ്ക് യു.